ബെയിലി പാലം നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടം ഇന്നിപ്പോൾ നടക്കുകയാണ്. നേരത്തെയൊക്കെ ഇത് നിർത്തിവെച്ചിരുന്നു. കാരണം ശക്തമായ മഴയും പാലത്തിന് മുകളിലൂടെ വെള്ളം വരുന്നൊരു സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനെ അസിസ്റ്റ് ചെയ്യുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലുള്ള തൊഴിലാളികളും അവിടുത്തെ സാങ്കേതിക വിദഗ്ധരും ഒക്കെയാണ്. നിങ്ങൾ ഏതുതരം അസിസ്റ്റൻ്റാണ് ഇതിന് കൊടുക്കുന്നത്? അല്ല, നമ്മൾ മാക്സിമം എങ്ങനെ ഈ അതോറിറ്റീനെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഞങ്ങൾ മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നിലവിലിപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു സർഫേസ് ലെവലിൽ അത്യാവശ്യം ആളുകളുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾക്ക് നടന്നു പോകുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് മുണ്ടക്കൈ പോലത്തെ ആ പ്രദേശത്തേക്കാണ് ഇപ്പം നിലവിൽ മാനുവലായിട്ട് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ യന്ത്രസാമഗ്രികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ നിലവിലിപ്പോൾ ഒരു 5 ഹിറ്റാച്ചി PWD നേതൃത്വത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഹെൽപ്പോടുകൂടി നമ്മൾ 5 ഹിറ്റാച്ചികൾ ഇപ്പോൾ നിലവിൽ അങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം നിലവിൽ അവിടെ കാണുന്നുണ്ടാവും, ഇപ്പോൾ ആ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നാളെയാണ് അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനത്തിന് പോയത്? അതെ, തീർച്ചയായും. പാലം നിർമ്മാണത്തിൽ നമുക്ക് കഴിയുന്നതൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പം നിലവിൽ ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ പാലിപ്പം പണിതിട്ടുണ്ടല്ലോ, അതിപ്പം ഈ ഒരു ഒഴുക്ക് കാരണം അത് എത്രത്തോളം നിലനിൽക്കുന്നുള്ളൊരു ചെറിയ വിഷയം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ PWDൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്, സംയുക്തമായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നു. വെള്ളം കുത്തിയൊഴുകുന്നതൊക്കെ വലിയ വെല്ലുവിളിയാവുന്നുണ്ട്? നിലവിലില്ല. നേരത്തെ എന്തോ പ്രശ്നം, ഇത്ര കുത്തൊഴുക്കിൽ തന്നെ ഇപ്പം 2 ഹിറ്റാച്ചുകൾ കടന്നുപോയി. അതുകൊണ്ട് ആ ഒരു വിഷയമില്ല. അത് ഇപ്പം നന്നായിട്ട് ഇപ്പം നമ്മളങ്ങനെ വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇപ്പം മെഷീനറി അങ്ങോട്ട് കടന്നു പോകുന്നത് തടസ്സങ്ങളില്ല. പക്ഷേ JCB പോലത്തെ ടയറുള്ള സാധനങ്ങൾ കടന്നു പോകാനുള്ള സാഹചര്യം ഒരു ബുദ്ധിമുട്ട് നിലവിലുണ്ട്. എത്ര തൊഴിലാളികളാണ് നിങ്ങൾ? തൊഴിലാളികളും അതുപോലെ സാങ്കേതിക വിദഗ്ധരുമായി എത്ര പേരാണ്? ഒരു 10-30 പേര് നമ്മൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഒരു വർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിന് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നു ഒരു വർക്കിൻ്റെ. അപ്പോൾ നമ്മൾ മെസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ. അതാണ് പാലം നിർമ്മാണം, അതിൻ്റെ ഒരു ഘട്ടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് ഹിറ്റാച്ചി പോകാൻ കഴിഞ്ഞിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിന് ഒഴുക്കുള്ള വെള്ളത്തിന് ഹിറ്റാച്ചിക്ക് വലിയ പ്രയാസമില്ല. പക്ഷേ അതേസമയം ഈ JCB അടക്കമുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാവുകയുള്ളൂ. അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഈ പാലം നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ അതിന് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ താൽക്കാലിക പാലത്തിലൂടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ഉണ്ട് എന്നല്ലാതെ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ട് മുണ്ടക്കൈയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുക സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഏതായാലും 4 ഹിറ്റാച്ചികൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.